എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ബാങ്ക് ക്ലർക്ക് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചൊരു ഹൗസ് ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഇതിനെ ജർമ്മനിൽ പറയുന്നത് ബാങ്ക് കൗഫ്മാൻ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബാങ്ക് കൗഫ്രൗ ഹൗസ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൗസ് ബിൽഡിംഗിന്റെ ഡ്യൂറേഷൻ 2 മുതൽ 3 വർഷം വരെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വർക്കിംഗ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ് ഉണ്ടായിരിക്കുക. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. 12th വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. 12th കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ എൻട്രൻസ് ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എവിടെയൊക്കെ ഓപ്പൺ പൊസിഷൻസ് ഉണ്ടെന്നുള്ള കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണാം സ്പാർഡ ബാങ്ക്, സ്പാർക്കാസെ, കോമേഴ്സ് ബാങ്ക്, ടർഗോ ബാങ്ക്, ഇങ്ങനെ നിങ്ങൾക്ക് നിരവധി ബാങ്കുകളും അതിലൊക്കെ എവിടേക്കാണ് ഓപ്പൺ പൊസിഷൻസ് ഉള്ളത് കാണാം. പക്ഷെ അതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം, നാട്ടിൽ നിന്ന് വരുന്നവരെ ഈ ഒരു ഫീൽഡിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത്ര കൺഫേം അല്ല. കാരണം ഇത് വളരെ ഡിഫിക്കൽട്ടായ ഹൗസ് ബിൽഡിംഗ് ആണ്. ലാംഗ്വേജ് ലെവൽ മസ്റ്റ് ആണ്. നല്ല കമ്മ്യൂണിക്കേഷൻ വേണ്ട ഒരു ഫീൽഡാണ്. അത് മാത്രമല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഫിനാൻസ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ് ഫീൽഡിൽ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അത് മാത്രമല്ല ജർമ്മനിത്തെ ഈ ഒരു ഫിനാൻസിങ് ഫീൽഡ്, ബാങ്കിങ് ഫീൽഡ്, അതിനെക്കുറിച്ച് നല്ല നോളജ് വേണം. ഇവിടുത്തെ ഇൻഷുറൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് എല്ലാ വർഷവും ഈ ഫിനാൻസിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ബാങ്കിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗവേഗെ ഷൂളും എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാ ഇയറിലും നമുക്ക് എക്സാം ഉണ്ട്. അത് പാസ്സാകുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഒക്കെ ചെയ്യാൻ വരാറുണ്ട്. അപ്പൊ ജർമ്മൻകാരായിരിക്കും ഇവർ എന്തായാലും പ്രിഫർ ചെയ്യുക. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാട് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ക്വാളിഫിക്കേഷൻ എന്നതിലുപരി ഇവർക്ക് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാരുടെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, പിന്നെ ഈ ഒരു ബാങ്കിങ് ഫീൽഡിലെ എക്സ്പീരിയൻസ്, നോളജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. B2 ലെവൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഈ ഒരു ബാങ്കിങ് ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗ് എടുത്ത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാങ്കിങ് ഫീൽഡിൽ ഇവിടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ വിസയിൽ വന്നിട്ട് പിന്നീട് ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഫിനാൻസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ലാംഗ്വേജ് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല നാട്ടിൽ നിന്ന് ഇപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് B2 ലെവൽ ലാംഗ്വേജ് വെച്ചിട്ട് ഈ ഒരു ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹൗസ് ബിൽഡിംഗ് തുടങ്ങുന്ന എപ്പോഴും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിന്റെ മുൻപ് തന്നെ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും റെസ്പോൺസ് വരാണെങ്കിൽ മാത്രം ഫർദർ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹൗസ് ബിൽഡിംഗ് കോഴ്സിലോ ജർമ്മനിലോ വന്ന് പഠിക്കാം. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ അതിന് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള എന്തൊക്കെ ഫോട്ടോയിൽ ചിലരൊക്കെ ആണെങ്കിൽ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 30-32 ദിവസം വെക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോയിലൊക്കെ ഉണ്ട്. പിന്നെ ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ച് ഇവരൊന്നും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല. പക്ഷേ ലാംഗ്വേജ് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഉദ്ദേശിക്കുന്ന നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ലാംഗ്വേജ് ലെവൽ ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. ഈ ഒരു ഹൗസ് ബിൽഡിംഗിൽ എത്രയാണ് സ്റ്റൈഫൻഡ് കിട്ടുന്നത് നോക്കാം. ആദ്യത്തെ വർഷം 1183 യൂറോ മുതൽ 1300 യൂറോ വരെ വരാം. രണ്ടാമത്തെ വർഷം 1244 മുതൽ 1370 യൂറോ വരെ വരാം. മൂന്നാമത്തെ വർഷം 1316 യൂറോ മുതൽ 1450 യൂറോ വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ ഹൗസ് ബിൽഡിങ്ങിനെ പോലെ ഇതിനകത്തും തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. തിയറി നമ്മളൊരു വൊക്കേഷണൽ സ്കൂളിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. പ്രാക്ടിക്കൽ നമ്മൾ ഒരു കമ്പനിയിൽ, അതായത് ഇവിടെ ആണെങ്കിൽ ഒരു ബാങ്കിലായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് തിയറിയിൽ, വൊക്കേഷണൽ സ്കൂളിൽ നമ്മൾ തിയറി പാർട്ടിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഫിനാൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് റവന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത്, ഏതൊക്കെ ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ IT പ്രോഗ്രാമുകളാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തിയറിയിൽ പഠിക്കുന്നത്. ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, അതായത് ജർമ്മൻ പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട്, എത്തിക്സ്, സ്പോർട്സ്, അതുകൂടാതെ കോമ്പിനേഷൻ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. സബ്ജക്ട്സ് ഓരോ ഷൂളിനനുസരിച്ച് ചേഞ്ച് വരാം. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടാക്സേഷൻ, അക്കൗണ്ടിങ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രാക്ടിക്കൽ ഫേസിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. ട്രെയിനിങ് ബാങ്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ബാങ്ക് ക്ലർക്കിന്റെ ഡെയിലി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നിങ്ങൾ ഓരോ ദിവസവും ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് കസ്റ്റമർ കോൺടാക്ട്, എന്താണ് കസ്റ്റമറിന്റെ ഒരു പ്രോബ്ലം എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, അങ്ങനെയുള്ള ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവർക്കൊരു ഫ്രണ്ട്ലി പ്രൊഫഷണൽ അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ സെക്കൻഡ് നമുക്ക് IT ഫീൽഡിലെ കുറച്ച് നോളജ് ആവശ്യമാണ്. അത് നമ്മൾ ഈ ഒരു ഫേസിൽ പഠിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് IT സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റമർ അക്കൗണ്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്രെഡിറ്റ്സ്, ലോൺ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇനി ട്രെയിനിങ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 എക്സാംസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാം എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ പകുതി ആവുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒരു ഇവാലുവേഷൻ ആയിട്ട് ട്രെയിനിങ്ങിന്റെ പകുതിയിലാണ് ആദ്യത്തെ എക്സാം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ്, ഫിനാൻസിങ്, പർച്ചേസസ്, അതൊക്കെയാണ് വരുന്നത്. പാർട്ട് 2 നടക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും. ആദ്യത്തെ എക്സാമിന്റെ വെയിറ്റേജ് കുറവാണ്, 20% ഉള്ളൂ. രണ്ടാമത്തെ എക്സാമിനാണ് വെയിറ്റേജ് കൂടുതൽ, അതാണ് 80% വരുന്നത്. ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് കസ്റ്റമർ കൺസൾട്ടിങ്, സോഷ്യൽ സ്റ്റഡീസ്, എക്കണോമിക്സ്, അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ ആയിരിക്കും. ഈ ഒരു ഇവാലുവേഷൻ റിട്ടൺ എക്സാം ആണ്. ഇതുകൂടാതെ നമുക്കൊരു 30 മിനിറ്റ് ഓറൽ എക്സാം വേറെ തന്നെയുണ്ട്.
ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ നമുക്ക് എവിടേക്കാണ് വർക്കിംഗ് വരിക എന്ന് വെച്ചാൽ നമുക്കൊരു കൺസൾട്ടേഷൻ റൂമിൽ വരാം, അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ വരാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസിൽ വരാം. മറ്റെല്ലാ ഹൗസ് ബിൽഡും പോലെ തന്നെ ഇതിനകത്ത് വൈറ്റർ ബിൽഡിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ മീഡിയ സെയിൽസിലൊക്കെ വേണമെങ്കിൽ ഒരു വൈറ്റർ ഹൗസ് ബിൽഡിംഗ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാങ്ക് ക്ലർക്ക് ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ നമുക്ക് ഫർദർ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് വരുന്നത്, എന്തൊക്കെ പൊസിഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും നോക്കാം. ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് മാനേജർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ബാങ്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് 2 വർഷം ഉണ്ടായിരിക്കുക. അതിനകത്ത് നമ്മൾ കൂടുതൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതുകൂടാതെ വേറെ സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ കൺസൾട്ടിങ്, ഫിനാൻസിങ് ആൻഡ് ലീസിങ്, അതുപോലെ തന്നെ ഇ-കൊമേഴ്സ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്, ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് വേറെയും വരുന്നുണ്ട്. പിന്നീട് ഒരു പോസിബിലിറ്റീസ് ആണ് ബാങ്ക് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ബാങ്ക് സ്പെഷ്യലിസ്റ്റ് ആവാനുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഫർദർ ട്രെയിനിങ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബാങ്ക് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറാം. പക്ഷേ ഇതിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ടായിരിക്കും. അതായത് ഫിനാൻഷ്യൽ കൺട്രോളിങ്, അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ റിസ്ക് ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് വേണമെങ്കിൽ ചെയ്യാം. ബാങ്ക് ക്ലർക്ക് ആവാൻ ക്വാളിഫൈഡ് ആവുന്ന രീതിയിലുള്ള നിരവധി ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റും അതുപോലെ ജനറൽ സബ്ജക്റ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ എക്കണോമിക്സ്, അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ബാങ്കിങ് കോഴ്സസ് ഉണ്ട്. അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് ബിസിനസ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ ഒരു ഫീൽഡിൽ ജോലി നമുക്ക് എപ്പോഴും ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കരിയർ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ കൂടുതലായിട്ട് കരിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ബാങ്ക് ക്ലർക്കിന്റെ ടിപ്പിക്കലായ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമർ ക്രെഡിറ്റ് നീഡ്സ് എല്ലാം അസസ് ചെയ്യണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലോൺ ടൈപ്സ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പേയ്മെന്റ് ഓർഡേഴ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. ലോണുകളെല്ലാം അറേഞ്ച് ചെയ്യണം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സൊസൈറ്റി കോൺട്രാക്റ്റുകളെല്ലാം ബിൽഡപ്പ് ചെയ്യേണ്ടി വരും. ഇൻഷുറൻസുകളെല്ലാം ഡീൽ ചെയ്യേണ്ടി വരും. റിട്ടയർമെന്റ് പ്ലാനിങ് കോൺസെപ്റ്റുകളെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഏതൊക്കെ ബാങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ പബ്ലിക് ബാങ്കിലോ അതുമല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നമുക്ക് വർക്ക് ചെയ്യാം. ഇനി ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നോക്കാം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് വെച്ചാൽ 2800 മുതൽ ഒരു 3200 യൂറോ വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നെറ്റോ സാലറി കിട്ടുന്നത്. ഇനി ആവറേജ് സാലറി 3500 യൂറോ ആയിരിക്കും നെറ്റോ കിട്ടുന്നത്. ഇനി എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് സാലറി ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. 4400 യൂറോ വരെ ബ്രൂട്ടോ സാലറി എക്സ്പെക്ട് ചെയ്യാം. അപ്ലിക്കേഷൻസ് അയക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൽസും ക്വാളിഫിക്കേഷൻസ് ഒക്കെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു CV വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കവർ ലെറ്റർ വേണം. അതുകൂടാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഈ ഏരിയയിലുള്ള വർക്ക് എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ ടിപ്സ് ഒക്കെ ഈ ഒരു housebuilding.de എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാങ്ക് ക്ലർക്ക് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.